കരൂർ ലാറ്റക്സ് ഫാക്ടറിയിൽ നിന്നും അമോണിയ കലർന്ന മലിനജലം സംസ്കരിക്കാതെ പുറത്തേക്ക് ഒഴുക്കുന്നതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ വെള്ളഞ്ചൂരിലെ ഫാക്ടറിക്ക് മുന്നിൽ ഉപരോധ സമരം നടത്തി. അസഹ്യമായ ദുർഗന്ധവും കുടിവെള്ള സ്രോതസ്സുകളുടെ മലിനീകരണവും മൂലമുള്ള ദുരിതത്തിന് പരിഹാരമാകാതെ ഫാക്ടറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. പാലാ നഗരസഭയിലെ 2-ാം വാർഡിൽ മുണ്ടുപാലം വെള്ളഞ്ചൂരിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിയിൽ നിന്നും റബ്ബർ പാൽ സംസ്കരണത്തിന് ശേഷം അമോണിയ കലർന്ന മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതാണ് പ്രദേശവാസികൾക്ക് ദുരിതമായത്. രൂക്ഷമായ ദുർഗന്ധം മൂലം വീടുകൾക്കുള്ളിൽ പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഏറ്റവും അടുത്ത് എൻ്റെ വീടാണ്. രാത്രി മുഴുവൻ മണമാണ്. മൂക്ക് പൊത്തിപ്പിടിച്ചാണ് കിടക്കുന്നത്. പുറപ്പെടുത്ത് മൂക്ക് പൊത്തിപ്പിടിച്ചാണ് കിടക്കുന്നത്. തുടങ്ങിയപ്പോഴേ ഞാൻ ആശുപത്രിയിലായി. ഡോക്ടർ ചോദിച്ചു ഇത് എന്നാന്ന് ചോദിച്ചു. ഇതൊന്നും കാണുന്നില്ലല്ലോ. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവരുമേറെയാണ്. മലിനജലം സമീപത്തെ പാടത്തോട് ചേർന്നുള്ള കൈത്തോട്ടിലൂടെ ഒഴുകി ലാലം തോട്ടിൽ ചെന്ന് ചേരുമ്പോൾ പരിസരത്തെ കിണറുകളിലെ വെള്ളവും ലാലം തോട്ടിലെ ജലവും മലിനമാവുകയാണ്. സംസ്കരണ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ച് മലിനജലം ഒഴുക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തെ ഈ മണം കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. നേരം തേറ്റ് കഴിഞ്ഞാൽ തുമ്മലോട് തുമ്മൽ. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ആ മുണ്ടുപാലം ഭാഗത്ത് വരുമ്പോൾ തന്നെ മണം വരും. ഒരു ഓട്ടോ വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഓട്ടോക്കാർ ചോദിക്കും ഇവിടെ എന്നെ മണം, നിങ്ങൾ എങ്ങനെ ഈ മണം അടിച്ച് ഇവിടെ കിടക്കുന്നതെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് സ്ഥലം വെക്കാനായിട്ട് സ്ഥലം ആളെ കൊണ്ട് കാണിച്ചിട്ട് അവർ പറയും ഇവിടെ മണം കാരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് അവർ പോയി. നാളെ 2 ദിവസത്തേക്കല്ല, ഇത് നിർത്തി അങ്ങ് പോകുന്നതായിട്ട്. അതല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് തുടങ്ങട്ടെ. ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അയലക്കത്തുള്ള ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരു ഉപകാരമാകും. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് ചികിത്സിക്കാനോ പെട്ടെന്ന് കൊണ്ടുവരാനോ പറ്റും. ഒരു ക്ലിനിക്ക് തുടങ്ങട്ടെ. ഈ ഫാക്ടറി എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ പറ്റിയല്ല. ഞങ്ങൾ ഈ ജനങ്ങൾ നമ്മൾ സമ്മതിക്കില്ല. റബ്ബർ സംസ്കരണത്തിന് പകരം ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഹാനികരമല്ലാത്ത എന്ത് പ്രവർത്തനങ്ങൾക്കും തങ്ങൾ എതിരല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. ഭയങ്കര തുമ്മലും ചീറ്റലായിട്ട് കൊച്ചു 2-3 ആഴ്ചയായി ഇപ്പം ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങുന്നു. അപ്പം അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞാൽ ഇതേ ഉള്ളൂ. നമുക്ക് ഈ പ്രസ്ഥാനം ഇവിടെ വേണ്ട. അതിന് പകരം അവർ വേറെ എന്ത് പ്രസ്ഥാനം തുടങ്ങിക്കോട്ടെ, അതിനൊന്നും ഞങ്ങൾ എതിരില്ല. പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇതുപോലെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് കൂടെ ഒരു പ്രസ്ഥാനത്തിനോട് ഞങ്ങൾ എതിർപ്പാണ്. തിങ്കളാഴ്ച രാവിലെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ ഫാക്ടറിയുടെ പ്രവർത്തനം തടയുകയും അന്യസംസ്ഥാന തൊഴിലാളികളടക്കമുള്ള ജോലിക്കാരെ പുറത്താക്കി ഗേറ്റടച്ച് കൊടി ഉയർത്തുകയും ചെയ്തു. ഫാക്ടറിയിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കാതെ ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസിയും CPIM പ്രവർത്തകനുമായ രഞ്ജിത്ത് സന്തോഷ് പറഞ്ഞു. ഈ പ്രദേശത്ത് നാട്ടുകാർക്കാകെ ശ്വാസം മുട്ടലും മറ്റു രോഗങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരാകെ പ്രതിഷേധം എന്ന നിലയിൽ ഇതിൻ്റെ മാനേജരും മറ്റു ആളുകളുമായി സംസാരിച്ചുകൊണ്ട് തൽക്കാലം ഇത് നിർത്തി. അതുകൊണ്ട് ഈ പല ആളുകൾക്കും വലിയ രീതിയിലുള്ള രോഗങ്ങൾ, ശ്വാസം മുട്ടലടക്കമുള്ള പ്രായമായ ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള രാത്രി കാലങ്ങളിൽ മഴയും മറ്റു കാര്യങ്ങളും വരുമ്പം ബോധപൂർവമായി ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇത് തുറന്നു വിടുകയും ഇവിടുത്തെ വേസ്റ്റ് വെള്ളം ഇവിടുത്തെ കണ്ടത്തിലേക്ക് ഒഴുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നം ഫാക്ടറി നടത്തിപ്പുകാരെ അറിയിച്ചെങ്കിലും പ്രവർത്തനം തുടരുകയായിരുന്നുവെന്നും ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്നും വാർഡ് കൗൺസിലർ ജോസിൻ പിനോ പറഞ്ഞു. ഈ ഒഴുക്കി വിടുന്ന ഈ മാലിന്യം തൊട്ട് താഴെ കണ്ടമാണ്. അവിടെ കിണറുകളുണ്ട്. ആ കിണറ്റിലോട്ടാണ് എല്ലാം താഴുന്നത്. നേരത്തെ ഇവിടെ എല്ലാം കയറ്റി അയക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള അളവില്ല എന്നും പറഞ്ഞ് ഇവിടെ തന്നെ സംസ്കരിക്കുന്നു. ജനങ്ങളെല്ലാവരും ശ്വാസം മുട്ടില്ല. പ്രായമായ ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ. അപ്പോൾ ഇവർ പറയുന്നത് ഒന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം ഇവർ എടുത്തോട്ടെ, ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, എന്നിട്ട് നടത്തിക്കോട്ടെ എന്നാണ്. എന്തായാലും തീരുമാനം ഉണ്ടാകാതെ ഇവിടെ ഞങ്ങൾ പിന്മാറത്തില്ല. ഇവർ പല പ്രാവശ്യം ഞങ്ങൾ 3 പ്രാവശ്യം കണ്ടപ്പോൾ ഞങ്ങൾ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് മണം ഉണ്ടാകുകയെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇത് പറയാനില്ല. CPM നേതാക്കളായ ലാലിച്ചൻ ജോർജ്, K അജി, KTUC നേതാവ് ജോസുകുട്ടി പൂവേലി തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി എത്തി. പ്രശ്നപരിഹാരത്തിനായി ശക്തമായി സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 30 വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ലാറ്റക്സ് ഫാക്ടറിയുടെ പ്രവർത്തനം സൊസൈറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് നിലച്ചു പോവുകയായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ഉൾപ്പെടെ 50ഓളം ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. 8 വർഷത്തോളമായി അടഞ്ഞുകിടന്ന ഫാക്ടറി പ്രവർത്തിപ്പിക്കുന്നതിനായി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി ഉത്തരേന്ത്യൻ കമ്പനിക്ക് ലീസിന് നൽകിയിരിക്കുകയാണ്. 4 മാസം മുൻപ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാരെ പരിഗണിക്കാതെ അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ജോലിക്കെടുത്തത്. 6 യൂണിറ്റുകളിൽ 1 മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ യഥാസമയം പ്രവർത്തിപ്പിക്കാതെയാണ് ഫാക്ടറി റബ്ബർ പാൽ സംസ്കരിക്കുന്നത്. മുൻകാലങ്ങളിൽ റബ്ബറും അമോണിയയും കലർന്ന മലിനജലം മറ്റൊരു സ്വകാര്യ കമ്പനിയിലേക്ക് കൊണ്ടുപോയിരുന്നതും ഇപ്പോൾ തുടരുന്നില്ല. രാത്രികാലങ്ങളിലും മറ്റും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതോടെ പ്രദേശവാസികൾക്ക് വലിയ ദുർഗന്ധവും ശാരീരിക അസ്വസ്ഥതകളും നേരിടേണ്ടി വരികയാണ്. ഫാക്ടറിയുടെ നടത്തിപ്പുകാരെത്തി പ്രശ്നം പരിഹരിക്കാതെ കരൂർ ഫാക്ടറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായാണ് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ ഫാക്ടറിയുടെ പ്രവർത്തനം തടഞ്ഞത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.